ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാഹു ലമ ഖറജത് ദുനിയാ മിനൽ അദമി. മുത്തുനബി ഇല്ലെങ്കിൽ അല്ലാഹ് പ്രപഞ്ചം പടക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മുഹമ്മദ് നബിയുടെ ദിക്ർ അല്ലാഹുവിന്റെ ദിക്റാണ്. മൗലൂദ് ദിക്റാണ്. മൗലിദ് എന്നാൽ ദിക്റാണ്. തതത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദു ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. മുഹമ്മദ് മുസ്തഫയുടെ ദിക്ർ അല്ലാഹുവിന്റെ ദിക്ർ. എന്തുകൊണ്ട്? ദിക്ർ കൊണ്ട് അല്ലാഹുവിൽ വാസിലായ ജസദുമാണ് മുത്തുനബിയുടെ. അല്ലാഹുവിലേക്ക് ചേർന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് ചേർന്നു? ദിക്ർ കൊണ്ട് ചേർന്നു. ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം തനം ലം യനമി. ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. പുണ്യ റസൂലിന് ഒരു ഹൃദയമുണ്ട്. കണ്ണുറങ്ങിയാലും ആ കൽബ് ഉറങ്ങുകയില്ല. കൽബുറങ്ങൂല മുഹമ്മദ് മുസ്തഫന്റെ. അപ്പൊ കൽബന്തില്ല, കൽബണിയിലാണ്. എന്താ പണി? ആരുടെ ദിക്ർ? അല്ലാഹുവിന്റെ ദിക്ർ. അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ സ്മരണയും അല്ലാഹുവിലേക്ക് വാസിലായവരുടെ സ്മരണയും. അല്ലാഹുവിന്റെ സ്മരണ ഇവിടെ നോക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ സ്മരണയും അല്ലാഹുവിലേക്ക് ചേർന്നവരുടെ സ്മരണയും എന്നത് ഒരു അബ്ദിന് ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ സ്മരണയിലാവുക. പിന്നെ അല്ലാഹുവിന്റെ സ്മരണയിലാവുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ ദർജയാണ്. ആ ദർജ അല്ലാഹുവിന്റെ സ്മരണയിലാവുക എന്ന് പറഞ്ഞാൽ അത് ഉന്നതമായ ദർജയാണ്. ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അടിമകളെ അല്ലാഹുവിന്റെ ആ ഒരു സ്മരണയിലാക്കാൻ വേണ്ടിയാണ്. അല്ലാഹു എന്ന ഒരു ചിന്തയിൽ അത് ഈ ലോകത്തുള്ള കോടാന കോടി വർഗങ്ങൾ, ജീവികൾ നിർജീവികളായി കോടാനക്കോടി വർഗങ്ങളെല്ലാം ആ ഒരു സ്മരണയിലാണ് നിൽക്കുന്നത്. എല്ലാം അല്ലാഹുവിന്റെ സ്മരണയിലാണ്. എല്ലാം ആകാശം ആകാശമെല്ലാം അല്ലാഹുവിന്റെ ഒരു സ്മരണയിലാണ്. അല്ലാഹ് എന്ന ചിന്തയിലാണ് സദാസമയം ആകാശം. ഭൂമി സദാസമയം അല്ലാഹ് എന്ന ചിന്തയിലാണ് ഭൂമി. നക്ഷത്രങ്ങളെല്ലാം അല്ലാഹ് എന്ന ചിന്തയിലാണ്. എത്ര സ്ഥലത്താണ് ഈ വിഷയത്തിൽ ആയത്തുകൾ ഉള്ളത് ഖുർആനിൽ? എല്ലാം ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾ, അത് ജീവിയാകാം നിർജീവിയാകാം, എന്തോ ആവാം, അവയെല്ലാം അല്ലാഹുവിന്റെ സ്മരണയിലാണ്. അതിനാണ് അല്ലാഹു ഈ പ്രപഞ്ചം പടച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു പരിശുദ്ധമായ അവന്റെ ജലാലിയത്ത്, അവന്റെ ജമാലിയത്തിൽ അടിമകളെ ആ ജമാലിയത്ത് ജലാലിയത്തിന് വെളിപ്പെടുത്തുക എന്നതാണ് അല്ലാഹുവിന്റെ ഈ സൃഷ്ടിപ്പിന്റെ ഒരു താല്പര്യം. എല്ലാം വളരെ നമ്മൾ ചിന്തിക്കണം. ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു പഠിച്ചിട്ടുള്ളത് അവന്റെ ഒരു സ്മരണയിലാണ്. അതിലെല്ലാം അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കുക. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان. നജ്മിനോടെ രണ്ടർത്ഥമാണ്. ഒരർത്ഥം നജ്മ എന്ന് പറഞ്ഞാൽ നക്ഷത്രം, ഒരർത്ഥം നജ്മ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഈ കാണുന്ന ഈ വള്ളി പുല്ല് ഇതിലൊക്കെ നജ്മ. രണ്ടർത്ഥത്തിലും നജ്മ ഉപയോഗിക്കാം. രണ്ടർത്ഥം അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആകാശത്തെ നക്ഷത്രങ്ങളും ഭൂമിയിലെയും നിസ്സാരപ്പെട്ട പുല്ലുകളും വള്ളികളും അതിനൊരു വ്യത്യാസം അല്ലാഹു നൽകിയിട്ടില്ല. എല്ലാ സൃഷ്ടിയും രണ്ട് സൃഷ്ടികൾക്ക് അല്ലാഹു സ്വാതന്ത്ര്യം നൽകി. അവർക്ക് അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരാതിരിക്കാം. അത് പ്രപഞ്ചത്തിന്റെ വേറൊരു രഹസ്യം. രണ്ട് സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യം.
ചിന്തിക്കുക. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. രണ്ട് കണ്ണ് തന്നില്ലേ മനുഷ്യന്, പിന്നെ ഒരു നാവ് തന്നില്ലേ, പിന്നെ രണ്ട് ചുണ്ട് തന്നില്ലേ. വഹദൈനാഹു നജ്ദൈൻ, രണ്ട് വഴികളും കാണിച്ചു തന്നില്ലേ. രണ്ട് വഴികൾ, നല്ല വഴി, മോശപ്പെട്ട വഴി, ദിക്റിന്റെ വഴി, കുഫറിന്റെ വഴി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അള്ളാന്റെ ചിന്തയുടെ വഴി, അള്ളാന്റെ ചിന്ത ഒഴിവാക്കുന്ന വഴി. ഇത് രണ്ടിൽ മാത്രം സ്വാതന്ത്ര്യമുണ്ട്, വേറെ ഒരു സൃഷ്ടിക്കും സ്വാതന്ത്ര്യമില്ല. അതത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, ജിന്നുകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൃഷ്ടികൾക്ക് സ്വർഗവും നരകവും ഉള്ളൂ. ഈ ലോകത്ത് ഈ കാണുന്ന ഒന്നിനും സ്വർഗവും ഇല്ല, നരകവും ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ദിക്റാവുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവരത് ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. നമുക്ക് അല്ലാഹുവിന്റെ ദിക്റിൽ സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യാം, ചെയ്യാതിരിക്കാം. അല്ലാഹുവിന്റെ ദിക്റാണ് ഈ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യങ്ങളിൽ മർമ്മം. എനിക്കറിയൂല, അല്ലാഹു അഅലം. എനിക്കിതിലെ വളരെ കുറഞ്ഞ കാര്യം അറിയുള്ളൂ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ അല്ലാഹു തൗഫീഖ് എന്താ തൗഫീഖ്? എന്തിനാണോ ഒരു ഘടന വന്നത് ആ ലക്ഷ്യത്തിൽ ആ ഘടന ഉപയോഗപ്പെടുത്തലാണ് ഒരു തൗഫീഖ്. ഉപയോഗപ്പെടുത്താൻ കഴിയാൻ നമ്മൾ വലിയ കാര്യമാണ്. ഉദാഹരണം പറയാം, ഞാനിപ്പോ ഇവിടെ പ്രസംഗിക്കണം, എന്തിനാണ് എന്നെ വരുത്തിയത് പ്രസംഗിക്കാൻ? അപ്പൊ ഞാൻ അതിൽ വ്യാപൃതനാവാന്ന് പറഞ്ഞാൽ അതൊരു ഖൈറാണ്. ഇവിടെ വന്നപ്പോ എനിക്ക് ആ സ്റ്റേജിൽ പറ്റിയില്ല, ഞാൻ പ്രസംഗിച്ചില്ല, ഇറങ്ങിപ്പോയാൽ അത് വിളിച്ചവർക്കും നഷ്ടം, എനിക്കും നഷ്ടം, നാട്ടുകാർക്കും നഷ്ടം. എന്തുകൊണ്ട്? ഏതൊരു ലക്ഷ്യത്തിന് എന്നെ വിളിച്ചോ അത് ചെയ്തില്ല, അപ്പോൾ നഷ്ടം, മോശം, അയാളത് ശരിയില്ല. അതെന്താണെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞു പോണ്ടേ എന്ന് എല്ലാവരും പറഞ്ഞു. ചിന്തിക്കുക. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ വന്നപ്പോ അവരെന്നെ കൊണ്ടൊരു ഭക്ഷണം തന്നു. അത് ഞാൻ തിന്നാതിരിക്കാം. എന്തുകൊണ്ട്? അത് ഞാനിവിടെ വന്നതിൻ്റെ മർമ്മപ്പെട്ട ലക്ഷ്യമല്ല, ഞാനിവിടെ തിന്നാൻ വന്നതല്ല. ഇവിടെ നിന്റെ പെണ്ണുങ്ങളെ വരെയുള്ള നാടൊന്നുമല്ല. പെണ്ണുങ്ങളെ വരെ പിന്നെ പോകും, നമ്മൾ തിന്നാൻ വേണ്ടി പോകും. പെണ്ണുങ്ങളെ വരക്കാൻ നമ്മൾ അതിനു വേണ്ടി ഇടക്കിടക്കൊക്കെ വിളിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? നമ്മളെ കൊണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു ശല്യമില്ലാതിരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഒരു വിധി നമുക്ക് തരും. എന്നതുപോലെ ഈ ഒരു ഫയൽമാനെ വന്ന് തൃപ്തിപ്പെടുത്തിയാലേ അവൻ്റെ ചവിട്ട് ആ പെണ്ണിന് കുറവായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചീറ്റിങ് ചവിട്ടും തല്ലൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ഇടക്കിടക്ക് അമ്മായിമ്മ നമ്മൾ വിളിച്ചില്ല നാടൻ കോഴിയൊക്കെ വെച്ച് തരാം. അതിന് അമ്മായിമാൻ്റെ നാടും അല്ല ഇത്. ഇപ്പൊ പിന്നെ ഞാനിവിടെ അമ്മായിമ്മ സൽക്കാരത്തിന് വന്നതല്ല, എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ വന്നതാ പ്രസംഗിക്കാൻ. അപ്പൊ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ ഇതെന്റെ ഘടനയുടെ ഒരു നന്മയാണ്. ഇനി നിങ്ങൾ ഇതേ വാക്കൾ വെച്ച് നോക്കി. ഈ ലോകത്തിന് അള്ളാഹ് പടച്ചത് അള്ളാന്റെ ദിക്റിനാണ്. ഈ ലോകം മുഴുവൻ അള്ളാന്റെ ദിക്റില്ല, എല്ലാം അള്ളാന്റെ ദിക്റില്ല, എല്ലാം അള്ളാന്റെ ദിക്റില്ല, എല്ലാം ദിക്റില്ല. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പരിശോധിക്കാൻ വേണ്ടി ഇബ്നു ദഖീഖിൽ ഐദ് അടക്കം അന്ന് മിസ്റിലെ ഖാദിയായിരുന്ന ഇബ്നു ദഖീഖിൽ ഐദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ കയറിയപ്പോൾ ഇബ്നു ദഖീഖിൽ ഐദ് റളിയല്ലാഹു അൻഹു ബേജാറായി പോയി. എന്തുകൊണ്ട്? റാഖിറായി വീട്ടിലിരിക്കുകയാണ്, വീട്ടിന്റെ ഉള്ളിലിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങള്. വീട്ടുവളപ്പിലുള്ള വൃക്ഷങ്ങളും പുല്ലുകളും വള്ളികളും മുഴുവനും അങ്ങനെ ദിക്ർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്നു ദഖീഖ് ഐദ് റളിയല്ലാഹു അൻഹു ബേജാറായി. വേറുള്ളവർക്ക് മനസ്സിലായില്ല, ഒരു കേൾക്കുകയുമില്ല. ലാ തഫ്ഖഹൂന തസ്ബീഹഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹുകൾ നിങ്ങൾക്ക് കേൾക്കൂല, മനസ്സിലാവൂല, ചിലർക്ക് മനസ്സിലാവും. ഇബ്നു ദഖീഖ് ഐദ് റളിയല്ലാഹു അൻഹു ബേജാറായി. എന്തുകൊണ്ട്? അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുവളപ്പിലുള്ള പുല്ലുവള്ളികൾ പരിശുദ്ധ തഹ്ലീലിൽ നിന്നും തസ്ബീഹിലും തഹ്ലീലിലും നിൽക്കുന്നത് കണ്ടിട്ട് ബേജാറായി പോയി. അക്കാലത്തെ മിസ്റിലെ ഖാദിയായിരുന്ന ഇബ്നു ദഖീഖ് ഐദ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ വലിയ മനുഷ്യന്മാരാണ്. അവരെ പേര് പറഞ്ഞു റളിയല്ലാഹു അൻഹു പറഞ്ഞാലെങ്കിലും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയാലോ. അല്ലാഹു വലിയ മനുഷ്യൻ, ഇബ്നു ദഖീഖ് തന്നെ വലിയ മനുഷ്യനാണ്. അവരെക്കാൾ വലിയ മഹാനാണ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു. നമ്മൾ കേൾക്കൂല, അത് ഇബ്നു ദഖീഖ് കേൾക്കും, അഹ്മദുൽ ബദവി കേൾക്കും റളിയല്ലാഹു അൻഹു. തന്റെ ദിക്റിൽ കയറി വരാൻ നാട്ടുകാരെ പറ്റാത്തതുകൊണ്ട് ബാക്കി പൊരയിടത്തിലുള്ള മരത്തിനെ കൊണ്ടും പുല്ലിനെ കൊണ്ടൊക്കെ ദിക്ർ ചെല്ലിപ്പിക്കുകയാണ്. ആര്? ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു.
എല്ലാം നമ്മൾ കേൾക്കൂല. ഇവരെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. ഇവരെല്ലാം അല്ലാഹുവിന്റെ ദിക്റിലാണെന്ന് ഖുർആനിൽ സൂറത്തുൽ ഇസ്രാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ദിക്റില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ ഒരു മർമ്മത്തിൽ ഒരു ദിക്റിലായാൽ അവൻ അല്ലാഹുവിന്റെ ഒരു പൊരുത്തത്തിലായി. എന്തുകൊണ്ട്? അല്ലാഹു പ്രപഞ്ചം പഠിച്ചത് അല്ലാഹുവിന്റെ ദിക്റിനാണ്. അതിലേക്കാണ് കയറിയാൽ അവൻ അല്ലാഹുവിന്റെ ഒരു പൊരുത്തത്തിലായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ചിന്തിക്കണം. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് അല്ലാഹുവിലേക്ക് വാസിലായ ആളുകൾ ഉണ്ടാവും. അവരുടെ ദിക്റുകളും അല്ലാഹുവിന്റെ ദിക്റാണ്. ഉദാഹരണം മുഹമ്മദ് മുസ്തഫ. ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ലൗലാഹു ലമാ തുഖറജത് ദുനിയാ മിനൽ അദമി. മുത്തുനബി ഇല്ലെങ്കിൽ അല്ലാഹു പ്രപഞ്ചം പടക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മുഹമ്മദ് നബിയുടെ ദിക്ർ അല്ലാഹുവിന്റെ ദിക്റാണ്. മൗലൂദ് ദിക്റാണ്. മൗലിദ് എന്നാൽ ദിക്റാണ്. തതത്തുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദു ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇത് അല്ലാഹുവിന്റെ ദിക്റാണ്. മുഹമ്മദ് മുസ്തഫയുടെ ദിക്ർ അല്ലാഹുവിന്റെ ദിക്ർ. എന്തുകൊണ്ട്? ദിക്ർ കൊണ്ട് അല്ലാഹുവിൽ വാസിലായ മുഹമ്മദ് മുത്തുനബിയുടെ അല്ലാഹുവിലേക്ക് ചേർന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് ചേർന്നു? ദിക്ർ കൊണ്ട് ചേർന്നു. ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം തനമി ലം യനമി. ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. പുണ്യ റസൂലിന് ഒരു ഹൃദയമുണ്ട്. കണ്ണുറങ്ങിയാലും ആ ഖൽബ് ഉറങ്ങുകയില്ല. ഖൽബ് ഉറങ്ങൂല മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഖൽബില്ല, ഖൽബ് പണിയിലാണ്. എന്താ പണി? ദിക്ർ. ആരുടെ ദിക്ർ? അല്ലാഹുവിന്റെ ദിക്ർ. ചിന്തിക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നാദാപുരത്തടുത്തുള്ള ഒരു മഹല്ല്, ആ മഹല്ലിന്റെ പേര് ഞാൻ മറന്നുപോയി. അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത ആളുകളൊക്കെ അങ്ങനെയാണ്. അതിന്റെ ഫോട്ടോ സ്റ്റാറ്റുകളൊക്കെ പിന്നെയും ഒക്കെ ഉണ്ടാവും. അവർ ഉറങ്ങിയാലും ഉറങ്ങൂല. പുല്ലൂക്കര എന്ന സ്ഥലമാണ് നാദാപുരത്തിനടുത്ത്. അവിടുത്തെ ദർസിന്റെ 50-ാം വാർഷികത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പുല്ലൂക്കര ഒരു ദർസുണ്ട്, അതിന്റെ 50-ാം വാർഷികത്തിന് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അവിടെ ഒരാള് പ്രസംഗിച്ചത് ഈ ദർസുൽ ജാനയുടെ 2 മഹാന്മാരാണ്. ഒന്ന് മഹാനായ വലിയ മഹാനായിരുന്ന നേതാവായിരുന്ന ആരിഫും സുദ്ദീഖും ഫഖീഹും ആബിദുമായിരുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരി നബ്ബറല്ലാഹു മർഖദാ. വലിയ സാഹിറും സാലിഹുമായിരുന്ന സയ്യിദുമായിരുന്ന സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ. ഈ രണ്ടാളും കൂടെ 50 കൊല്ലം 10 കൊല്ലം മുമ്പ് അവിടെ പുല്ലൂക്കരായ നാദാപുരത്തിനടുത്ത് പുല്ലൂക്കരായ പ്രദേശത്ത് അവിടുത്തെ ദർസിന്റെ വാർഷികത്തിന് ഞാൻ പങ്കെടുക്കുകയാണ്. അപ്പൊ ഒരാൾ അവിടെ പ്രസംഗിച്ചു. എന്ത്? 50 കൊല്ലം മുമ്പ് ഈ ദർസുൽ ഉദ്ഘാടനം ചെയ്തത് 2 ആളാണ്. ഒന്ന് ഖുത്ബി തങ്ങളും ഒന്ന് ബാഫഖ് തങ്ങളും. അവന് വന്നിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം ആ രാത്രി ഉണ്ടായില്ല. അങ്ങനെ പുല്ലൂക്കരയിൽ ഒരു വീട്ടിൽ താമസിച്ചു. ഇവർ 2 ആളും സൗകര്യമുള്ള ഒരു വീട്ടിൽ ഇവർ 2 ആളെ ആക്കി. ദർസുൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇവർ 2 ആളെയും ഒരു വീട്ടിലാക്കി. അങ്ങനെ ആ വീട്ടിലെ ഒരാളെ ഈ മുറിയുടെ മുന്നിൽ ഇരുത്തി, സംഘാടകരെ ഇരുത്തി. കാരണം വലിയ 2 മഹാന്മാരെ ആ വീട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഒരാളെ ആ റൂമിന്റെ മുന്നിൽ ഇരുത്തി. ഈ ഉറങ്ങണ്ട. അന്നത്തെ ഒരു ചെറുപ്പക്കാരനെ. ഇപ്പോൾ അയാൾ വലിയ വയസ്സനാണ്. 50 കൊല്ലം മുമ്പാണ്. 50 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞത് 10 കൊല്ലം മുമ്പാണ്. മനസ്സിലാവണം നിങ്ങൾക്ക് പറഞ്ഞത്. അങ്ങനെ ഒരാളെ മുറിയുടെ മുന്നിൽ ഇരുത്തി. ബാഫഖ് തങ്ങളും അതിന്റെ ഉള്ളിലുണ്ട്, ഖുത്ബി തങ്ങളും ഉള്ളിൽ. പകരം പറയാനില്ലാത്ത മഹാന്മാരാണ് 2 എണ്ണം. അല്ലാഹു ദറജ കൊടുക്കട്ടെ. അപ്പൊ അവർക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ രാവിലെ രാത്രി എണീറ്റ് വന്നാൽ അക്കാലത്ത് കിടക്കുന്ന മുറികളിൽ തന്നെ മൂത്രിക്കാനോ മറ്റുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല വീടുകളിലൊന്നും. പുറത്തേക്ക് അപ്പൊ ഒന്നും വെളിച്ചം കാട്ടി കൊണ്ടുപോയി അവരൊന്ന് മൂത്രിക്കാനോ മറ്റോ കൊണ്ടുപോകാനോ ഒന്ന് ഒന്നു പുതുക്കാൻ സഹായിക്കാനോ ഇജ്ജ് ഉറങ്ങരുത്, അവരെ എണീറ്റ് വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാകാം, നിനക്ക് നേരം കൊടുത്തിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ മുന്നിലിരുത്തി. ആ റൂമിന്റെ മനസ്സിലാവണില്ലേ പറഞ്ഞത്? അവിടെ മുന്നിലിരുത്തി. അങ്ങനെ ഇയാൾ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുക. അപ്പൊ ഇയാള് പറയാണ്, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, എനിക്ക് ഉറക്കവും വന്നില്ല. എന്തുകൊണ്ട്? അവരുറങ്ങണില്ല, പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങണം
അതെന്താ അവരുറങ്ങാത്തത്? അവര് കൂർക്കം വലിക്കും ഇടക്കിടക്ക്. എന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ കൂർക്കം വലിയോ. അപ്പൊ മറ്റാൾ പറയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനസ്സിലായില്ല? ഇവര് എനിക്ക് തോന്നി ഇവര് ഉറങ്ങണില്ല, കൂർക്കം വലി നോക്കും. ആരുടെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? കൂർക്കം വലി ആരുടെ? ആരുടെ? ബാപ്പത്തങ്ങളും മുത്തുബീത്തങ്ങളും. നിങ്ങൾ ചിന്തിക്കണം. അവര് ഉറങ്ങണില്ല. എന്തുകൊണ്ട്? അവർ മുസ്തഫ നബിയുടെ ഫോട്ടോ സ്റ്റാറ്റാണ്. ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. ചില ആളുകളുടെ കണ്ണുറങ്ങിയാലും കൽബുറങ്ങുകയില്ല. കൽബോ ദാക്കിറാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പിന്നെ അവർക്ക് ദിക്റില്ലാത്ത നേരം ഉണ്ടാവില്ല. ഒറ്റ നേരം ഉണ്ടാവും കക്കൂസ്. അത് കുറഞ്ഞ നേരം കക്കൂസിലിരിക്കും. കുറഞ്ഞ നേരം. തീറ്റ വല്ലാതല്ലാത്തതുകൊണ്ട് കക്കൂസ് വളരെ കുറയും. നമുക്ക് തീറ്റ എമ്പാടുള്ളതുകൊണ്ട് കക്കൂസ് എമ്പാടും. നിങ്ങൾ എന്റെ കൂടെ അല്ല, മനസ്സിലായില്ലേ? ൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോവർ 25 ചുറ്റി നടന്നോവർ ഇരുന്നേകെ തരയിരുന്നോവർ കബയെ ചുറ്റുവർ പുത്തുപാണോരെല്ലാരും കബാതോവന്നെ താൻ ചെയ്യുമെന്നോവർ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എന്റെ മാനില്ലാതെന്നോവർ. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോവർ എന്നാണ്. ഒരു കൊല്ലം തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കക്കൂസ് ഉണ്ടാവില്ലല്ലോ. മനസ്സിലായില്ല? തിന്നാതെ കക്കൂസ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ. മനസ്സിലായോ പറഞ്ഞത്? കക്കൂസ് അവർക്ക് കുറയും. ഒറ്റ നേരെ അവർക്ക് നിക്കറില്ലാതിരിക്കും. ഏത്? ഇങ്ങോട്ട് നോക്കിയോ? ഏത് കക്കൂസ്? കക്കൂസ് പോയാൽ ഒരു പരിഹാരം പറയും. എന്താ? കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങണോട് കൂടെ എല്ലാത്തിനും അൽഹംദുലില്ലാഹ് പറയുമ്പോൾ കക്കൂസിൽ നിന്ന് മൂത്രപ്പരയിൽ കക്കൂസിൽ നിന്നും ഇറങ്ങിയാൽ ഉഫ്രാനക്കൽ ഹംദ് പറയും. എന്തുകൊണ്ട്? ഉഫ്രാനക്ക് പുറത്തിറങ്ങണം. എന്റെ കക്കൂസിൽ നിന്ന് ഇറങ്ങിയാൽ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. കാഷ്ടിക്കൽ ആരാമാണോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എനിക്ക് പുറത്തിറങ്ങണം. റബ്ബേ കക്കൂസിൽ നിന്ന് ഇറങ്ങിയാൽ പറയേണ്ടത് ഉഫ്രാനക്കൽ ഹംദ്, പടച്ചവനെ നീ എനിക്ക് പുറത്തിറങ്ങണം, സർവസ്തുതിയും നിനക്കാണ്. എന്തേ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. കുറച്ചു നേരം ദിക്ർ മുടങ്ങി. നീ എന്നെ പടച്ചതെന്തിനാ? നീ എന്നെ പഠിച്ചെന്തിനാ? നീ എന്നെ പഠിച്ചതെന്തിനാ? ദിക്റിനാണ്. അത് മുടങ്ങിപ്പോയി. നിങ്ങളെന്നെ പരിപാടി കുളിച്ച് നല്ല പരിപാടി കുളിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മൂത്താപ്പാന്റെ മകന്റെ കാറവിടെ നിർത്തി. അവര് പറഞ്ഞു ഞങ്ങൾ മൂത്തേടത്തിന് മതിയാണ്, അത്യാവശ്യം പറയാണ്ട്. അപ്പൊ ഞാനിവിടെ ടിപിയോട് ഇങ്ങനെ പറഞ്ഞേ കണ്ടുവരട്ടെ, നിങ്ങളോടും പറയണ്ടേ. അങ്ങനെ 5 മിനിറ്റ് അവരോട് സംസാരിച്ച് തിരിച്ചു വന്ന് രണ്ടാമത്തെ മഴ തുടങ്ങുമ്പോൾ എന്ത് പറയും? മാപ്പാക്കണം. എന്തുകൊണ്ട്? നിങ്ങൾ എന്നെ ഏൽപ്പിച്ച പണി കുറച്ചു നേരം നടന്നില്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. അന്തം വിട്ട് നടന്നിട്ട് കാര്യമില്ല. അന്തം വിട്ട് നടക്കാണ്. അന്തം വിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അന്തം വിട്ട് നടക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട് കക്കൂസിൽ ഇറങ്ങിയപ്പോൾ ഖുർആനൊക്കെ പറഞ്ഞു? കക്കൂസിൽ ഇറങ്ങിയപ്പോൾ ഖുർആനൊക്കെ പറയാനുള്ള കാരണം എന്ത്? മനുഷ്യനെ പഠിച്ചിട്ടുള്ള മർമാവശ്യമായ ദിക്ർ എന്ന കാര്യം അവിടെ നടക്കുകയില്ല. അല്ലാഹുവിന്റെ ആബിദീങ്ങൾ സദാസമയവും ദാകിരീങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ ലോകത്തുള്ള എല്ലാ സത്യമുള്ള ദാകിരീങ്ങളാണ്. അപ്പോൾ അല്ലാഹുവിനെ പറ്റി പറയൽ ഈ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യമാണ്. ചില ആളുകൾ ഉണ്ടാവും അല്ലാഹുവിന്റെ ദിക്റിൽ ലയിച്ചു. അല്ലാഹുവിനെ നോക്കണേ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവരെന്തിനാ ജീവിക്കും? ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. അവരെന്തിനാ നോക്കണേ, എന്നെ തന്നെ നോക്കണേ. ഒരു വാക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗം തെറ്റിപ്പോകും.
അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിചാരിച്ചതല്ല. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വെച്ചോ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മർമ്മം ഒരു സെക്കൻഡ് നടന്നിട്ടില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് പുറകോട്ട് പോയാൽ ലക്ഷ്യം നടക്കൂല. ചില ആളുകളോ അല്ലാഹുവിലായി ലയിച്ചു, അല്ലാഹുവിന്റെ ദിക്റിലായി ലയിച്ചു പോകുന്ന ആളുകളുണ്ട്. പിന്നെ അവരുടെ ദിക്റും അല്ലാഹുവിന്റെ ദിക്റും തിരിഞ്ഞിട്ടില്ല. അല്ലാഹുവിൽ ലയിച്ചു പോയ അല്ലാഹുവിന്റെ ദിക്റിൽ ലയിച്ചു. അതായത് അവർ ജീവിച്ചത് എന്തിന്? അല്ലാഹുവിന്റെ ദിക്റിന്. അവർ മരിച്ചതെന്തിന്? അല്ലാഹുവിന് വേണ്ടി. അവർ ജീവിച്ചതെന്തിന്? അല്ലാഹുവിന് വേണ്ടി. അവർ മരിച്ചതെന്തിന്? അല്ലാഹുവിന് വേണ്ടി. അവർ മുതലുണ്ടാക്കി. ചിലര് നമ്മൾ ഉണ്ടാക്കിയ പോലെയല്ല, നമ്മൾ ഉണ്ടാക്കിയത് ഇറച്ചി പൊറാട്ടി തിന്നാന്, നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉള്ളുത്തൊരുങ്ങി നടക്കാന്, നമുക്ക് മാസത്തിലും കൊല്ലത്തിലും വണ്ടി മാറ്റാന്. എന്നാൽ മഹാന്മാര് പൈസ ഉണ്ടാക്കണ എന്തിനാ? അല്ലാഹുവിന് വേണ്ടി. എന്താണ് സിദ്ദീഖിലേക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് വജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക യാ റസൂലല്ലാഹ്. നിങ്ങളെ മുഖത്തേക്ക് നോക്കലും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കലുമാണ്. തിരിഞ്ഞിട്ടില്ല. 2 കാര്യം, പിന്നെയും കാര്യമുണ്ട്. 3 കാര്യം പറഞ്ഞു, 2 മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. മറ്റു വേറെ വിശദീകരണം തിരിഞ്ഞില്ല. സിദ്ദീഖേ, നിങ്ങൾക്ക് എന്താ ദുനിയാവിൽ ഏറ്റവും വലിയ ആവശ്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്ത്? 1 പറയും. നിങ്ങൾ മുഖത്തേ നോക്കാം. അല്ലാഹുവിന്റെ ദിക്റിൽ ലയിച്ച മുഖമാണ് ഹബീബിന്റെ മുഖം. അത് അല്ലാഹുവിന്റെ ജമാലിന്റെ മുഖം, അല്ലാഹുവിന്റെ ജമാലിന്റെ മദ്ഹറാണ്. അല്ലാഹുവിന്റെ ജമാലിന്റെ അല്ലാതെ കുത്തിമറിഞ്ഞിട്ട് കാര്യമില്ല. നെറ്റിമ്മ തഹണ്ട് വെച്ച് നടന്നിട്ട് കാര്യമില്ല. അഹങ്കാരത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിസ്കരിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ നടക്കുകയാണ് ഇപ്പൊ കുറച്ചാളുകള്. എന്താണ് ദീനെന്നറിയൂല. നിസ്കാരം യഥാർത്ഥ നിസ്കാരമാകണമെങ്കിൽ അതിന്റെ മഹ്റദ് മുഹമ്മദാണ്. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. എന്നെ കണ്ട് നിസ്കരിച്ചോളി. അപ്പോൾ നിസ്കാരത്തിന്റെ ഖിബല മുഹമ്മദാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിസ്കാരത്തിന്റെ ഖിബല മുഹമ്മദാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ദിക്റിന്റെ മദ്ഹറാണ് മുഹമ്മദ്. അല്ലാഹുവിന്റെ ജമാലിന്റെ അല്ലാഹുവിന്റെ ജലാലിന്റെ മദ്ഹറാണ് മുഹമ്മദ്. അത് പറയലാടാ മൗലൂദ് എന്ന് പറഞ്ഞാൽ. എടാ മേപ്പെട്ടും കീപ്പെട്ടും നടന്നിട്ട് കാര്യമില്ല. വെറുതെ താടി വെച്ച് നടന്നിട്ട് കാര്യമില്ല. എന്താണ് ദീനിന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ജലാലിന്റെയും ജമാലിന്റെയും മദ്ഹറാണ് മുഹമ്മദ്. അപ്പോൾ മുഹമ്മദിന്റെ ദിക്ർ അല്ലാഹുവിന്റെ ദിക്റാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന കാര്യത്തിൽ ഒരാൾ ലയിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ദിക്റിൽ ലയിച്ചതാണ്. എന്തുകൊണ്ട്? മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ ലയിക്കുന്ന അബ്ദിന്റെ മദ്ഹറാണ് മുഹമ്മദ്. അതിനേക്കാൾ വലിയ ഒരാൾ ഈ പ്രപഞ്ചത്തിലില്ല. അതൊക്കെ പെട്ടിമാറ്റിയിട്ട് ഉള്ളിലൊന്നും ഇല്ലാതെ പുറത്തുള്ള പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. ഉള്ളിലുണ്ടാകണം. ബിരിയാണി ചോറും ഇറച്ചിയും ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പണ്ടാരിയൊക്കെ ഒരു പണിയുണ്ട്. എന്ത്? മൂടി വെക്കണതിന്റെ മുമ്പ് എന്ത് ചെയ്യും? കുറച്ച് പറയാ. പൊറാട്ടൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയാ? മൈദ അങ്ങനെ തന്നെ പറയാം. അൽഹംദുലില്ലാ, അതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി. നാം ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാം ചിന്തിക്കണം. നമുക്കൊന്നും വിരാഗം പറ്റില്ല. ചില ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. നിങ്ങൾ മൗലൂദ് ഒഴിവാക്കി താടി വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഒഴിവാക്കി നടന്ന് നിങ്ങളിൽ രക്ഷപ്പെടൂല മനുഷ്യന്മാരെ. അത് നിങ്ങൾ പരാജയപ്പെടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കാരനടാ മുഹമ്മദിന്റെ ഇതില്ലാതെ നമസ്കരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ബിരിയാണി ചെമ്പ് അത് ചൂള വെച്ച് ഇറച്ചിൻ്റെ കിണറിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നറിയോ? അടപ്പിടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? കുറച്ച് മൈദ കൊണ്ടുവന്നിട്ട് ഉള്ളിലൊക്കെ എൻ്റെ ഇടയിലൊക്കെ വടവിലൊക്കെ തേമ്പി
നല്ല ഒരു കോറത്തുണി കൊണ്ട് കെട്ടി വെച്ചിട്ട് അടിയിൽ നന്നായി കണലിട്ടിട്ട് ഓലെങ്ങനെ ബീഡിയും വലിച്ചിരിക്കും. ആര്? പണ്ടാരിയാണ്. ബിരിയാണി ഞങ്ങൾക്ക് ഭയം മനസ്സിലാവും എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഉദാഹരണം പറഞ്ഞത്. ജനങ്ങൾ നോക്കും, എന്താണ് അടിയിൽ കണലുണ്ട്, ചെമ്പുണ്ട്, ചെമ്പ് ഇങ്ങനെ കത്തി ചൂടാകുന്നുണ്ട്, പുറത്ത് മൈദ ഉണ്ട്, കോറുണ്ട്, കെട്ടിലുണ്ട്, കാണാനൊക്കെ ഉണ്ട്. ഉള്ളിൽ അരിയും ഇറച്ചിയില്ലാന്ന് സങ്കല്പിക്കും. നിങ്ങൾ എന്റെ കൂട്ടത്തിലില്ലല്ലോ പഠിച്ചത്. ഇതാണ് ദിക്റു മുഹമ്മദ് ഇല്ലാത്ത നിസ്കാരം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇറച്ചിയും അരിയും ഇടാതെ എന്ത് ചെയ്യാ? മൈദട്ട് കെട്ട, മൈദട്ടിട്ട് കോറോണ്ട് കെട്ട. അത് ചെമ്പ് പൊളിക്കണ നേരത്തെ പണ്ടാരി അവിടെ ഇല്ലാഞ്ഞാൽ പണ്ടാരിന്റെ വാദ്യം. കാരണം പൊളിക്കണ നേരത്തെ കരുണക്കുറ്റിക്ക് പള്ളം നിറച്ച് കിട്ടും. ആർക്ക്? കാരണം ഇറച്ചിയും അരി അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഈ മൈദക്കും കോറക്കും വെല്ലുവിളി. എന്നാ ഇറച്ചി അരിയും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണുവാനും ഒറ്റ ചമ്പ. ഇങ്ങനെ നോക്കിയാ അവിടെ വന്നിരുന്നേ, കല്യാണം തുടങ്ങിയാ നല്ല പരിപാടി പോലെ 11 മണിയായ ചെമ്പ് പൊട്ടിക്കൊല്ലെന്ന് വിചാരിച്ച് പല അങ്ങനെ ഇരിക്കും. പക്ഷെ പൊട്ടിച്ചു നോക്കുമ്പോൾ പറയും ഒന്നുമില്ല. ഇറച്ചിയായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പണ്ടാരി അതിനെ പറ്റിയൊരു കഥ ഉണ്ട്. ഒരാൾ എന്നോട് കഥ പറഞ്ഞു. പണ്ടാരി എന്ത് ചെയ്ത് ചോറ് നാശാകും എന്ന് കണ്ടപ്പോൾ ചോറ് നാശായാൽ പണ്ടാരിക്ക് തല്ലുറപ്പാണ്. അതിൽ പണ്ടാരി എന്ത് ചെയ്തെന്നറിയോ? കിണറ്റിന്റെ അടുത്ത് പോയിട്ട് മറ്റുള്ള പാത്രം കഴുകി നന്നാക്കണതിന്റെ ഇടയില് കിണറ്റിക്കണിയാണ്. അല്ലോ നമ്മൾ വിളിച്ചു. അതിലെല്ലാരും പാഞ്ഞു വന്ന് പിന്നെ ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് പണ്ടാരിനെ കയറ്റി. പിന്നെ വന്ന് ചോറ് പൊട്ടിച്ചു പോകുന്ന ചോറ് നാശിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു, പാവം ഓനെങ്ങനെ ചോറ് നോക്കണം. മനസ്സിലായില്ലേ? കെട്ടിച്ചാടി. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ അല്ലേ? സത്യം പറഞ്ഞാൽ ചോറ് നാശമായി എന്ന് മനസ്സിലായിട്ടാണ് പണ്ടാരി അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നല്ല തല കൊടുത്ത് ചിന്തിക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? അള്ളാന്റെ ദിക്ർ പറഞ്ഞാൽ എന്താ? അള്ളാഹ് എന്ന് പറയല, മുഹമ്മദ് മുസ്തഫ പറഞ്ഞാൽ അള്ളാന്റെ ദിക്ർ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ദിക്റിൽ, അതിന്റെ ദിക്റിൽ ഫനാണ് മുഹമ്മദ് മുസ്തഫ. ഇനി മുഹമ്മദിയത്തിൽ ഫനായ ആളുകളുണ്ടോ? അവരെ ദിക്ർ മുഹമ്മദിയത്തിലേക്കാണ്. മുഹമ്മദിയത്തിലേക്കുള്ള ദിക്റാണ്. എന്താണ് മജ്‌ലിസ് നൂർ എന്നാണ് ഈ പറയുന്നത്? ശ്രദ്ധിക്കണം, ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മജ്‌ലിസ് നൂർ ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള മജ്‌ലിസ് നൂർ ഇന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? തൽക്കാലം ഒരു മജ്‌ലിസ് നൂർ എന്നാൽ തേങ്ങ ഉടക്കാൻ കഴിയാത്തതുകൊണ്ട് ചർച്ച ഉടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മജ്‌ലിസ് നൂർ നമ്മൾ പങ്കെടുത്താൽ തലവോ? അത് റസൂലുള്ളാഹിൽ ഫനാ ആകലാണ്. മുഹമ്മദ് മുസ്തഫ അമ്മൽ ഫനാഉക, റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തും ത്യജിക്കുക. അതാണ് അക്കാലത്തെ മജ്‌ലിസ് നൂർ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്കണം. അവരുടെ പണി എന്താ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ദിക്റിൽ എന്താണ് റസൂലുള്ളാഹി കൽപ്പിച്ചത്? അതിനെ നശിച്ചു പോകും. അതിനുവേണ്ടി ജീവിക്കും, അതിനുവേണ്ടി മരിക്കും. അത് യുദ്ധക്കളം മാത്രമല്ല, അല്ലെങ്കിലും വീട്ടിൽ വന്നപ്പോൾ ഖത്താബിനോട് നീരസം പ്രകടിപ്പിച്ചു. ഉപ്പാനോട് മകൻ വിഷമം പ്രകടിപ്പിച്ചു. ഉപ്പയോട് ഉപ്പ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഉസാമത്തുബ്നു സൈദിനോടാണ് ഇഷ്ടം. നിങ്ങൾ റോട്ടിലും ബജാറിലും അങ്ങാടിയിലും പള്ളിമുറ്റത്തും പള്ളിയിലേക്ക് വരുമ്പോഴും ഉസാമത്തുബ്നു സൈദിനെ കളിപ്പിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ തന്നെയാണോ ഇത്? ഞാൻ ബേജാറായി. അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഉസാമത്തുബ്നു സൈദിനെ ലാളിക്കുന്നത്. ആരാനകുട്ടിയായ ഉസാമത്തുബ്നു സൈദിനോടുള്ള ലാളന എന്നോടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വിഷമം പറഞ്ഞു, നീരസം. ആര്? മകൻ പറഞ്ഞു. ആരോട്? ഉമർ ഇബ്നുൽ ഖത്താബിനോട്. അപ്പോൾ പറഞ്ഞു, ഈ വിഷമം പറഞ്ഞാൽ ഒന്നുമില്ല,
ഉസാമത്തിന് സെയ്ദിനെ ലാളിക്കുമ്പോൾ ഞാൻ എന്നെ ലാളിക്കൂലടാ. എന്താണ് ഉസാമത്തിന് സെയ്ദിനെ ഞാൻ ലാളിക്കാനുള്ള കാരണം? ഉസാമത്തിന് സെയ്ദ് സയ്യിദ് ഹാരിസയുടെ മോനാണ്. സയ്യിദ് ഹാരിസ ഹബീബിന്റെ വളർത്തു മോനാണ്. അല്ലാഹു റസൂൽ ചുമലിലേക്ക് നടക്കുന്ന കുട്ടിയാണ് ഉസാമ. മനസ്സിലായില്ല? റസൂലുള്ളാഹിയുടെ വളർത്തു മോനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വളർത്തു മോനാണ് സയ്യിദ് ഹാരിസ. ഒന്ന് റളിയല്ലാഹു എന്താണ് നോക്കിയിരിക്കണേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വളർത്തു മോനാണ് ആര്? സയ്യിദ് ബിൻ ഹാരിസ. അതായത് സൻബായിലെ ചന്തയിൽ, അടിമച്ചന്തയിൽ നിന്ന് ഹക്കീം ബിൻ ഹിസാം വാങ്ങിക്കൊണ്ടുവന്ന് ഖദീജ ബീവിക്ക് ദാനം കൊടുത്ത് കൊള്ളക്കാര് പിടിച്ച കുട്ടിയാണ് ആര്? വലിയ തറവാട്ടുകാരനായ മുതലാളിയുടെ ഹാരിസയുടെ മകനാണ് സയ്യിദ്. ബാപ്പ കച്ചവടത്തിന് പോയപ്പോൾ ഗ്രാമത്തിൽ കൊള്ളക്കാര് വന്ന് കുട്ടിയെ പിടിച്ച് സൻബായിലെ അടിമച്ചന്തയിൽ വിറ്റ് അടിമച്ചന്തയിൽ നിന്ന് ഖദീജ ബീവിയുടെ ആങ്ങളയായ ഹിസാമിന്റെ മകനായ ഹക്കീം വാങ്ങി. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരികയായിരുന്നു ഹക്കീം ബിൻ ഹിസാം. മക്കയിലെത്തിയപ്പോൾ ഖദീജ ബീവിയുമായി കണ്ടുമുട്ടി. കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിയാൻ നേരത്ത് ആങ്ങളയുടെ മകനായ, സ്വന്തം മകനെ പോലെയാണല്ലോ, ആങ്ങളയുടെ മകനാണ് ഹക്കീം ബിൻ ഹിസാം. ചോദിച്ച്, അമ്മായിയെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അമ്മായി ഒന്നിങ്ങനെ നോക്കി. അടിമക്കുട്ടികളുണ്ട്, അതിൽ വളരെ ലാളിത്യമുള്ളൊരു കുട്ടിയുണ്ട്. അപ്പൊ പറഞ്ഞു, എനിക്ക് എന്നെ തരാൻ വിചാരിച്ചു, ഇങ്ങനെ തന്നടാ, നല്ല തറവാടിയായ കുട്ടിയാണ്. അങ്ങനെ അടിമയാക്കി വാങ്ങിയ ആരെ? സയ്യിദ് ബിൻ ഹാരിസയെ. ഹാരിസ എന്ന മുതലാളിയുടെ മകനെ കൊള്ളക്കാര് പിടിച്ചിട്ട് അടിമച്ചന്തയിൽ വിറ്റതാണ് ആര്? സയ്യിദ് ബിൻ ഹാരിസയെ. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു പറയും, എന്താണ് വെറുതെ ഇരിക്കുന്ന? പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സ്വഹാബിയാണ് സയ്യിദ്. എന്താണ് നോക്കിയിരിക്കുന്നത്? എന്താ വിചാരിച്ചത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്വഹാബിയുടെ പേരേ ഉള്ളൂ, അത് സയ്യിദ് ബിൻ ഹാരിസയാണ്. രണ്ടാമത്തെ ഒരു സ്വഹാബിയുടെ പേര് ഖുർആനിൽ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൂചനാനാമമേ ഉള്ളൂ. ഉമർ ഇബ്നു ഖത്താബിനെ സൂചിച്ചേ പറഞ്ഞുള്ളൂ. അലി റളിയല്ലാഹുവിനെ സൂചിപ്പിച്ചേ പറഞ്ഞുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സൂചിപ്പിച്ചേ പറഞ്ഞുള്ളൂ. സയ്യിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഏതിൽ? പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സ്വഹാബിയാണ് ആര്? സയ്യിദ് ബിൻ ഹാരിസ. മുതലാളിയുടെ മകനാണ്. അടിമച്ചന്തയിൽ നിന്ന് ഖദീജ ബീവിയുടെ ആങ്ങളയുടെ മകൻ വാങ്ങിക്കൊണ്ടുവന്നത്. വന്നതിന്റെ പിറ്റേ ദിവസം ഖദീജ ബീവിയും ആങ്ങളയുടെ മകനും കണ്ടുമുട്ടി. അപ്പൊ ചോദിച്ചു, അമ്മായിയെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അമ്മായി ഇങ്ങനെ നോക്കുമ്പോൾ മുറ്റത്ത് അടിമക്കുട്ടിയുണ്ട്, നല്ലൊരു കുട്ടി, ഇങ്ങോട്ട് എന്നാളാ. അപ്പോൾ ആയിക്കോട്ടെ അമ്മ, എങ്ങളുണ്ടേക്കോളൂ. അങ്ങനെ ഖദീജ ബീവി അള്ളാഹുവിന്റെ തോള് പിടിച്ചുകൊണ്ടുപോയി. ഏതോ തറവാട്ട് പറഞ്ഞ കുട്ടി അമ്മൻ അടിമയാണ്ടല്ല, ഞാൻ എന്റെ മോനെ പോയി വളർത്താൻ നടന്നു കൊണ്ടുപോയി ആര്? ഖദീജ ബീവി. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ കെട്ടി. കല്യാണത്തിന്റെ ദിവസം ഖദീജ ബീവി കല്യാണത്തിന് വേണ്ടി സയ്യിദ് ബിൻ ഹാരിസയ്ക്ക് 2 വസ്ത്രം വാങ്ങി. അടിമക്കുട്ടിയെ പോലെയല്ല, സ്വന്തം മകനെ പോലെ വളർത്തി. കല്യാണത്തിന് അണിയാൻ വേണ്ടി ഒരു കുപ്പായം, ഒരു വസ്ത്രം വാങ്ങി. അതൊക്കെ അണിഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ കല്യാണം. ആരാ കല്യാണം കഴിക്കണത്? മുഹമ്മദ് മുസ്തഫ. കല്യാണത്തിലൊക്കെ കുട്ടി ഓടി നടന്ന എല്ലാം വലിയ രസം. കാരണം യജമാനത്തിയുടെ വിവാഹമാണ്. യജമാനത്തിയാണെങ്കിൽ ഉമ്മാന്റെ സ്ഥാനത്താണ്, അടിമയായി കണ്ടിട്ടില്ല. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞ് സയ്യിദ് ബിൻ ഹാരിസയ്ക്ക് ഉറക്കം വന്നു തുടങ്ങി. പെട്ടെന്ന് തന്റെ മുറിയിൽ കിടക്കാനൊരുങ്ങുന്ന കുഞ്ഞുമോന്റെ മുന്നിലേക്ക് ഉമ്മ വന്ന്, ഖദീജ ബീവി പൊന്നുമോനെ എണീക്കെന്ന് പറഞ്ഞ് എണീപ്പിച്ച് കുറച്ചും കൂടെ വെള്ളെടുത്തോടത്ത് വന്ന് കുളിക്കുന്ന പറഞ്ഞ് കുളിപ്പിച്ച് സുഗന്ധം പൂശി ആ വസ്ത്രം അഴിപ്പിച്ച് മാറ്റി. രണ്ടാമത്തെ വസ്ത്രം പുതുവസ്ത്രമായി വാങ്ങിച്ചിട്ടുണ്ട്. ആർക്ക്? കല്യാണത്തിന് 2 വസ്ത്രം. രണ്ടാമത്തെ വസ്ത്രം അണിയിച്ചോടുത്ത്. എന്നിട്ട് ആദ്യം വരുന്ന സുഗന്ധം പൂശി കൈ പിടിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മണിയറയിലേക്ക് നവവധുവായി കയറുകയാണ് ആര്? ഖദീജ ബീവി. സയ്യിദിന്റെ കൈ പിടിച്ച് കൊണ്ടുപോയി. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി മണിയറയിലെത്തിയപ്പോ പറഞ്ഞു, നബി. ഹബീബായ നബിയോട് വന്ന് നബിയായില്ല, തന്റെ ഭർത്താവിനോട് പറഞ്ഞ്, ബഹുമാനപ്പെട്ടവരെ, ഖുറൈശി പെണ്ണുങ്ങൾക്ക് ഒരു പതിവുണ്ടല്ലോ, ആദ്യ രാത്രിയിൽ ഭർത്താവിന് ഒരു പാരിതോഷികം കൊടുക്കും. എന്റെ ഏറ്റവും വലിയ പാരിതോഷികം ലാളിത്യമുള്ള ഈ കുഞ്ഞുമോനാണ്. ഇതിന്റെ അടിമക്കുട്ടിയായി വന്നതാണെങ്കിലും എന്റെ മാന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് അങ്ങേക്കുള്ള ഹദിയയാണ്. ഭർത്താവിനോട് പറഞ്ഞ് മുസ്തഫ നബി കൈയും കൂട്ടി സ്വീകരിച്ച്
മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാപ്പ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഹാരിത്ത മുതലാളി പണം ചാക്ക് കെട്ടി വന്ന്. അപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ പോകൂല. അന്ന് റസൂൽ ആയിട്ടില്ല. അപ്പോൾ ബാപ്പ ഹാരിത്ത ചോദിച്ചു, എടാ നീ മക്കയിൽ വന്നപ്പോൾ പിറ്റിയായോ? ഈ വീട്ടിൽ അടിമയായി പാർക്കുന്നതാണോ നിനക്ക് താല്പര്യം? അതോ കെൽപ്പഗോത്രത്തിലെ ത്രാണിയുള്ള നാട്ടിലും കഴിവുള്ളവരുമായ ഹാരിസയുടെ മകനായി നാട്ടിൽ ജീവിക്കുന്നതോ? അപ്പോൾ പറഞ്ഞേ, കെൽപ്പഗോത്രത്തിന്റെ ഹാരിസയുടെ മകനായി അഭിമാനത്തോടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വീട്ടിൽ അടിമയായി പാർക്കലാണ്. നീ എന്താ ചെയ്യാ? കുട്ടി പോലുമില്ല. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾ പഠിക്കണ്ട, അവനോട് അടിമ കുട്ടിയല്ല, അവന്റെ മകന്റെ സ്ഥാനത്താണ്. ഞാൻ വളർത്തുപ്പയും അവൻ വളർത്തുമോനുമാണ്. അപ്പോൾ ഹാരിസ ചോദിച്ചു, അത് അങ്ങാടി പ്രഖ്യാപിക്കോ? അതെ, പ്രഖ്യാപിക്കും. കുട്ടിയുടെ കൈയും പിടിച്ചു പോയി മുത്തു മുഹമ്മദ് മുസ്തഫ കഅബാലയത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ആളുകളെ വിളിച്ചുകൂട്ടിയ ഖുറൈശികളെ എല്ലാവരും കഅബാലയത്തിന്റെ മുത്താഫിലേക്ക് വന്ന് അപ്പോൾ പറഞ്ഞു, ഇതാ തബറൈതുഹു സയ്യിദിന ഹാരിസയെ ഞാൻ മകനാക്കിയിരിക്കുന്നു. ഇന്ന് മുതൽ എന്റെ വളർത്തു മകനാണ്. ആര്? മനസ്സിലായില്ലേ? ആര്? സയ്യിദ് ബിൻ ഹാരിസ. സന്തോഷത്തോടെ ഹാരിസ തിരിച്ചുപോയി. റസൂലുള്ളാഹിന്റെ വളർത്തു മോനായി വളർന്നു ആര്? സയ്യിദ്. പിന്നെ സയ്യിദ് കല്യാണം കഴിച്ച് കുറെ കാലം കഴിഞ്ഞ് അപ്പോഴത്തെ റസൂലുള്ളാഹി പിന്നെ നബിയായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു കുട്ടിണ്ടായി. ആര്? ഉസാബത്ത് ബിൻ സയ്യിദ്. ഈ വിഷയത്തിലാണ് ബാപ്പയും മകനും തർക്കിക്കുന്നത്. ആരും ഇനി പറയുമ്പോൾ ഈ മകനും ഖത്താബിന്റെ മകനും തർക്കിക്കാണ്. എന്ത്? ബാപ്പങ്ങൾക്ക് ആ ഉസാമയോടുള്ള എവിടുന്നോ തെണ്ടിത്തേരോട് നടക്കുന്ന ഉസാമയോടുള്ള ബഹുമാനം ഇന്നോടില്ല, സ്നേഹമില്ല, പരിഗണനല്ല. അപ്പൊ പറഞ്ഞു, ഉസാമയുടെ കാര്യത്തിലാണെങ്കിൽ തർക്കിക്കണ്ട. ഇല്ല, എനിക്ക് ഉസാമയോടുള്ള സ്നേഹം നിന്നോടില്ല, എനിക്ക് ഉസാമയോടുള്ള ലാളിത്യം നിന്നോടില്ല. എന്തുകൊണ്ട്? ഉസാമയെ സ്നേഹിക്കുന്നതോ അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹിക്കുന്ന ഒരു സാധനത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ എന്റെ സാധനം സ്നേഹിക്കുകയില്ല. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ ഫനായിലാണ്. ആരിൽ? സ്വന്തം നഫ്സിനെ ഫനായിലാക്കി, സ്വന്തം താല്പര്യങ്ങളെ ഒഴിവാക്കി. ആർക്ക് വേണ്ടി? റസൂലുള്ളാഹിക്ക് വേണ്ടി. ചിന്തിക്ക്. ബാപ്പ മുസ്ലിമായി അബൂ ഖുഹാഫ ആരുടെ ബാപ്പ? സിദ്ദീഖുൽ അക്ബർ. മനസ്സിലായില്ലേ? ബാപ്പ മുസ്ലിമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ആര്? സിദ്ദീഖുൽ അക്ബറിന്റെ ബാപ്പ. ആര്? അബൂ ഖുഹാഫ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നമുക്ക് അബൂ ഖുഹാഫന്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ പറഞ്ഞില്ല, പറ്റൂല, നിങ്ങൾ എന്റെ കൂടെ ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ്. ആര്? അബൂ ഖുഹാഫ മുസ്ലിമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞു? നമുക്ക് എന്നാല് അബൂ ഖുഹാഫന്റെ വീട്ടിലേക്ക് പോകാം. അപ്പൊ സിദ്ദീഖ് പറഞ്ഞില്ല, ഇല്ല, ഇങ്ങോട്ട് വന്നോട്ടെ. എന്റെ അമ്മനുഷ്യന്റെ അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. എന്റെ ഹബീബ് അങ്ങോട്ട് ഇറക്കാൻ പാടില്ല. എന്റെ ബാപ്പ എന്നാ നബി നമുക്ക് പോവുക, അവിടുന്ന് നമുക്കൊന്നും ആർക്കും ചെയ്യാലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? സ്നേഹത്തിൽ ഫനായി അവരെല്ലാം ലയിച്ചു. ആരില്? അങ്ങനെ ബാപ്പാനെ കൊണ്ടുവന്ന് മുസ്ലിമാക്കിയപ്പോ സിദ്ദീഖ് കരഞ്ഞ്. എല്ലാവരും സന്തോഷം. സിദ്ദീഖ് കരഞ്ഞ്. അതെന്തിനാ കരയുന്നത് ചോദിച്ച്. അപ്പോൾ പറഞ്ഞേ, എനിക്ക് എന്റെ ബാപ്പ മുസ്ലിമാകലല്ല ഇഷ്ടം, മുത്തുനബിന്റെ ഹറാബ അബ്ബാസ് മുസ്ലിമാകലാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാണല്ലോ. എന്റെ ബാപ്പ നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ എനിക്ക് വിഷമം റസൂലുള്ളാഹിന്റെ ബാപ്പ നരകത്തിൽ കിടക്കലാണ്. കാരണം റസൂലുള്ളാഹിന്റെ വിഷമം എന്താ പറയണ്ടത്? ഇതാണ് അപ്പോ ഇത് പേരിയാത്തൊരു താടി വെച്ചിട്ട് എന്തൊരു കാര്യം. അത് ബാർബർ ഷോപ്പിൽ കൊണ്ടേ കൊടുത്താൽ ആ സദക്കന്റെ കൂലി അങ്ങനെ കിട്ടും. എന്തിനാ താടി? സ്വർഗത്തിൽ എന്താ തലക്കണ്ടാണ് താടി കൊണ്ട്. ഞാൻ താടിനെ കുറ്റം പറയല്ല. ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കാതെ താടി വെച്ചിട്ട് കാര്യമില്ല. ഈമാൻ മനസ്സിലാക്കണം. ഈമാൻ ഉണ്ടെങ്കിൽ അതിന് വലിയ കൂലി കിട്ടും. ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.